നമസ്കാരം. സതൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. സതൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണിത്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, സവോള അങ്ങനെ ഒന്നും ചേർക്കാതെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഒരു കടലക്കറിയാണിത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഏകദേശം ഒരു 3 പിടി തേങ്ങ ചിരകിയത് വേണം. പിന്നെ വേണ്ടത് പൊടികൾ, അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും. ഇത് രണ്ടും ഞാൻ ചൂടാക്കി, അതായത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചതാണിത്. അപ്പോൾ ഏകദേശം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ താളിക്കാൻ ആവശ്യത്തിന് കടുക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയാണ് ഈ കടലക്കറി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ഈ കടല മാറ്റുക. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന്, അതായത് കടല മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സവാളയൊന്നും ചേർക്കാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കിട്ടും. ഇത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 3 പിടി തേങ്ങ ചിരകിയത് എടുക്കുക. അതും പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ, അതായത് ഏകദേശം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊന്നും നമുക്കിതിൽ വറുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല കട്ടിയിലൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഒരുപാട് വെള്ളം ആഡ് ചെയ്യാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അധികം വെള്ളം ആഡ് ചെയ്താൽ ഒരുപാട് ലൂസായി പോകും കറി. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ കടല ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പുള്ള ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കടല വേവിക്കുമ്പോഴായാലും അരച്ചെടുക്കുമ്പോഴും ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വേവിക്കും. നമ്മളുടെ കടല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാൻ ആവശ്യത്തിന് എണ്ണ ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുന്ന സമയത്ത് കറിവേപ്പില ചേർക്കുക. അപ്പോൾ ഈ താളിച്ചത് നമ്മൾ ഈ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ഉപ്മാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സതൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി കുക്കിംഗ്.